ദീപാവലി ദിനത്തിൽ ഡൽഹിയിൽ തിരക്കേറിയ മാളിലും പൊതുപാർക്കിലും ചാവേർ സ്ഫോടനത്തിന് ലക്ഷ്യമിട്ട 2 IS ഭീകരർ പിടിയിൽ. സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും വെടിക്കോപ്പുകളും ലഘുരേഖകളും പിടിച്ചെടുത്തു. ടൈമർ സെറ്റ് ചെയ്യാനായി വാങ്ങിയ വാച്ചും കണ്ടെടുത്തിട്ടുണ്ട്. രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡൽഹി ഭോപ്പാൽ സ്വദേശികളായ ഇരുവരുടെയും പേര് അഡ്നൽ ഖാൻ എന്നുതന്നെയാണ്. ഇരുവരുടെയും പക്കൽ നിന്ന് സ്ഫോടനത്തിന് ഉപയോഗിക്കാൻ പദ്ധതിയിട്ട ടൈമർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാച്ച് ഉൾപ്പെടെയുള്ള തെളിവുകളും IED നിർമ്മിക്കാൻ സാധനങ്ങൾ ശേഖരിക്കാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളുടെ ചിത്രങ്ങളും ISISനോട് പ്രതിജ്ഞ ചെയ്യുന്ന വീഡിയോകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഇവർ റൈക്കി നടത്തിയിരുന്നു. ഡൽഹി സ്വദേശിയായ 20-കാരൻ അഡ്നൻ ഖാനെ ഡൽഹിയിലെ സാഹിദ് നഗറിൽ നിന്ന് കഴിഞ്ഞ 16-നാണ് പിടികൂടിയത്. 21-കാരനായ രണ്ടാമനെ ഭോപ്പാലിൽ നിന്ന് പ്രത്യേക ഓപ്പറേഷനിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു. മധ്യപ്രദേശ് ഭീകര വിരുദ്ധ സ്ക്വാഡും ഓപ്പറേഷനിൽ പങ്കെടുത്തു. ഇരുവരെയും ഒറ്റയ്ക്കും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്തപ്പോഴാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. 20-ന് ദീപാവലി ദിനത്തിൽ സൗത്ത് ഡൽഹിയിലെ മാൾ, പൊതുപാർക്ക് എന്നിവിടങ്ങളിൽ ചാവേർ ബോംബ് സ്ഫോടനം നടത്താനാണ് ഇരുവരും പദ്ധതിയിട്ടിരുന്നത് എന്ന് പോലീസ് പറയുന്നു. സംഘത്തിലെ മറ്റുള്ളവരെയും പിടികൂടാൻ തെരച്ചിൽ ഊർജിതമാക്കിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരുവർക്കും പാകിസ്ഥാനിലെ IS ഭീകര ശൃംഖലയുമായി ബന്ധമുണ്ടെന്ന് ഡൽഹി പോലീസ് പറയുന്നു. ഇവരുടെ സഹായം ലഭിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. ISന്റെ സിറിയ തുർക്കി അതിർത്തിയിലെ ഭീകര നേതാവുമായി ഇവർ നിരന്തരം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ചാവേർ ആക്രമണങ്ങളിൽ പരിശീലനം നേടിയവരാണ് ഇരുവരും. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ ആഗ്രഹിച്ചയാളാണ് ഭോപ്പാൽ സ്വദേശി അഡ്നൻ ഖാൻ. പരീക്ഷ എഴുതാൻ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. അതിനിടെയാണ് തീവ്ര ആശയങ്ങൾ പിന്തുടരുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സജീവമായത്. ഡൽഹിയിൽ മുൻപ് നിരവധി ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2008 സെപ്റ്റംബർ 13-ലെ സ്ഫോടന പരമ്പരയിൽ ഡൽഹിയിൽ 5 പ്രധാന സ്ഥലങ്ങളിലായി ഒരുമിച്ച് ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി. കരോൾ ബാഗ്, കനാട്ട് പ്ലേസ്, ഗ്രേറ്റർ കൈലാഷ് എന്നിവിടങ്ങളിൽ തിരക്കേറിയ മാർക്കറ്റുകളിലാണ് അന്ന് പ്രധാനമായും ബോംബ് സ്ഫോടനങ്ങൾ നടന്നത്. ഈ ആക്രമണങ്ങളിൽ 26-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ത്യൻ മുജാഹിദീൻ എന്ന സംഘടനയാണ് ഇതിന്റെ ഉത്തരവാദിത്തമെന്ന് ഏറ്റെടുത്തത്. 2005 ഒക്ടോബർ 29-ലെ സ്ഫോടന പരമ്പര ദീപാവലിയുടെ തലേനാളാണ് ഡൽഹിയിലുണ്ടായത്. ഡൽഹിയിലെ ആളുകൾ കൂടുന്ന മാർക്കറ്റുകളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ സ്ഫോടനം. സരോജിനി നഗർ മാർക്കറ്റ്, പഹാഡ്ഗഞ്ച്, ഗോവിന്ദ്പുരിയിലെ ഒരു ബസ് എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിൽ 60-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലഷ്കർ-ഇ-തോയ്ബയാണ് ഇതിന്റെ പിന്നിലെന്നാണ് കരുതപ്പെടുന്നത്. 2001 ഡിസംബർ 13-ലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണമാണ് മറ്റൊന്ന്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതീകമായ പാർലമെന്റ് മന്ദിരം ലക്ഷ്യമിട്ട് നടന്ന ഭീകരാക്രമണമായിരുന്നു ഇത്. ഭീകരർ പാർലമെന്റ് സമുച്ചയത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തിൽ 7 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ സംഘടനകൾക്ക് ഇതിനു പിന്നിൽ പങ്കുണ്ടെന്ന് കരുതുന്നു. 2000 ഡിസംബർ 22-ൽ ചെങ്കോട്ടയിലേക്ക് അതിക്രമിച്ചു കയറിയ തീവ്രവാദികൾ നടത്തിയ വെടിവയ്പിൽ 2 സൈനികർ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. ലഷ്കർ-ഇ-തോയ്ബയായിരുന്നു ഇതിനു പിന്നിൽ. 1996 മെയ് 21-ന് തെക്കൻ ഡൽഹിയിലെ തിരക്കേറിയ ലജ്പത് നഗർ മാർക്കറ്റിൽ നടന്ന കാർ ബോംബ് സ്ഫോടനത്തിൽ 13 പേർ കൊല്ലപ്പെടുകയും 39 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ആണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഇപ്പോഴത്തെ ചാവേർ സ്ഫോടനത്തിന് ലക്ഷ്യമിട്ട 2 IS ഭീകരർ IS ആശയങ്ങൾ വ്യക്തമാക്കുന്ന വീഡിയോ അടക്കം കണ്ടാണ് ഇതിലേക്ക് തിരിഞ്ഞത്. വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദിൽ ആർക്കിയോളജിക്കൽ സർവേക്ക് അനുമതി നൽകിയ സിവിൽ കോടതി ജഡ്ജിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തതിന് നേരത്തെ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.